നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഊഞ്ഞാൽ സ്വന്തമാക്കാൻ സ്വരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വലമ്പൂരിലെ 4 വയസ്സുകാരന്റെ കരുതൽ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത വാർത്തയറിഞ്ഞ അഹമ്മദ് റഫാൻ തന്റെ സ്വപ്നം മാറ്റി നിർത്തിയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയത്. വലമ്പൂരിലെ CPIM പ്രവർത്തകർ റഫാന്റെ വീട്ടിലെത്തി തുക സ്വീകരിച്ചു. DYFI പ്രവർത്തകർ സ്ക്രാച്ച് ചലഞ്ചിലൂടെ ശേഖരിച്ച തുകയും കൈമാറി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്നതിനായി മനുഷ്യ മനസ്സുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വലമ്പൂരിലെ വട്ടിപ്പറമ്പത്ത് വീട്ടിലെ റഫാൻ അഹമ്മദ് എന്ന 4 വയസ്സുകാരന്റെ കരുതൽ ശ്രദ്ധ നേടുകയാണ്. മതപരമായ ചടങ്ങിൽ ഉപഹാരമായി ലഭിച്ച തുക ഊഞ്ഞാൽ വാങ്ങാൻ സൂക്ഷിച്ചുവെച്ച റഫാൻ വയനാട്ടിലെ ദുരന്തമറിഞ്ഞതോടെ തന്റെ മോഹം മാറ്റിവെക്കുകയായിരുന്നു. സ്വരുക്കൂട്ടി വെച്ച 4100 രൂപ റഫാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സഹോദരൻ നൌഫീം അഹമ്മദും പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മൊബൈലിലൂടെ കണ്ടപ്പോൾ വല്ലാതെ സങ്കടം വന്നുവെന്നും റഫാൻ പറയുന്നു. വയനാട്ടിലത്തെ വാർത്തയൊക്കെ കണ്ടപ്പോൾ സങ്കടമായപ്പോൾ കൊടുത്തതാ. വാർത്ത കണ്ടപ്പോൾ പൊളിഞ്ഞപ്പോൾ തോന്നി കൊടുക്കണമെന്ന്. റഫാന്റെ ആഗ്രഹമറിഞ്ഞ പിതാവ് കുഞ്ഞി മുഹമ്മദാണ് CPIM പ്രവർത്തകരെ വിവരമറിയിച്ചത്. CPIM ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുന്ദരൻ, കുഞ്ഞികൃഷ്ണൻ എന്നിവർ ചേർന്ന് റഫാന്റെ കയ്യിൽ നിന്നും തുക സ്വീകരിച്ചു. ഏറെ മാതൃകാപരമാണ് റഫാന്റെ പ്രവൃത്തിയെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്ത് സ്വരൂപിച്ചിരുന്ന പൈസ അവനൊരു ഊഞ്ഞാൽ വാങ്ങിക്കണമെന്ന ഒരു അഭിപ്രായത്തിൽ സ്വരൂപിച്ചിരുന്ന പൈസ അവന് ഈ നിരന്തരം ഈ വാർത്തകളും മൊബൈലിലൊക്കെ കണ്ടിട്ട് മനസ്സ് അലിഞ്ഞ ഒരു സന്ദർഭത്തിലാവും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. അതിൻ്റെ വാപ്പാനോട് ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ വാപ്പ ഇവിടുത്തെ പാർട്ടി സഖാക്കൾ DYFI പാർട്ടി സഖാക്കളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഇതിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവൻ വളരെ അധികം താല്പര്യത്തോടു കൂടി ആ പൈസ ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവൻ തരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണ് അവൻ നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. റഫാന് ഒരു ചെറിയ ഉപഹാരവും നൽകിയാണ് CPIM പ്രവർത്തകർ മടങ്ങിയത്. DYFIയുടെ സ്ക്രാപ്പ് ചലഞ്ചിലൂടെ വലമ്പൂരിൽ നിന്നും പ്രവർത്തകർ ശേഖരിച്ച 10,730 രൂപയും DYFI മേഖലാ കമ്മിറ്റിക്ക് കൈമാറി. നമ്മുടെ വലമ്പൂർ DYFI വലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ വീട് വീടാന്തരം കയറി പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് വിൽപ്പന നടത്തി 10,730 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മേഖലാ നേതാക്കന്മാർ വഴി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും. അത് നമ്മുടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു സഹായമാകും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ മലയാളക്കര ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണെങ്ങും. കൊച്ചുകുട്ടികൾ പോലും തങ്ങളാലാവും വിധം തുക നൽകി വയനാടിനെ ചേർത്തുപിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.